വാണവരേക്കാൾ വീണവരുടെ ചരിത്രം പേറുന്ന ബീഹാറിൽ ഒരു പുതിയ തകർച്ചയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കഴിഞ്ഞു. നിതീഷ് കുമാറിൻ്റെ JDU BJPയിൽ കടുത്ത വടംവലി ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇത് എങ്ങനെയും ഉപയോഗപ്പെടുത്താനുള്ള കരുക്കൾ നീക്കുകയാണ് അവിടെ തേജസ്വി യാദവ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചുവടുമാറ്റങ്ങളിൽ അധികാരം നിലനിർത്തിയ നിതീഷ് കാലുവാരി ഉറപ്പുള്ള രാഷ്ട്രീയ ചേരിയിൽ ചുവട് വെച്ച് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ മര്യാദകളും പാലിക്കാതെ അധികാരത്തിൽ നിലനിൽക്കുക എന്ന് മാത്രം ഉറപ്പിച്ച നിതീഷിന് പക്ഷേ ഇത്തവണ ചുവട് പിഴയ്ക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇക്കാലയളവിൽ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിനാണ് ബീഹാർ ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധി ബീഹാറിൽ തൊടുത്തുവിട്ട വോട്ടധികാര യാത്രയുടെ അലയൊലികൾ നിസ്സാരമായിരുന്നില്ല. അതിന് ബീഹാർ ജനത നൽകിയ പിന്തുണ രാജ്യം ഉറ്റുനോക്കിയതാണ്. രാഹുലിൻ്റെ ഒപ്പം നിന്നതാണ് അവിടുത്തെ ജനം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്ത് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും അടക്കി ഭരിച്ച ബീഹാറിൽ ആ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ച് 2005 നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു. തുടർന്ന് ബീഹാറിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ രൂപപ്പെടുകയും ബീഹാർ ഭരണം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ആ വർഷം അവസാനം വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ JDU BJP സഖ്യം അധികാരത്തിലേറുകയായിരുന്നു. 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം 2010 115 സീറ്റുമായി നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വന്നു. 91 സീറ്റോടെ BJPയും ജയിച്ചതോടെ വീണ്ടും ഭരണം പിടിച്ചു. എന്നാൽ BJPയുമായി സ്വരച്ചേർച്ച രൂക്ഷമാവുകയും പോരാട്ടം കനക്കുകയും ചെയ്തതോടെ നിതീഷ് കുമാർ NDA വിട്ടു. അതിന് ഒരു കാരണമുണ്ട്. കേന്ദ്രത്തിൽ BJP ജയിച്ചുകൊണ്ട് അധികാരത്തിൽ മോദി വരികയും ചെയ്തതോടെയാണ് ഈ നിതീഷും BJPയും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉടലെടുക്കുന്നത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ RJDയുമായി സഖ്യമുണ്ടാക്കുകയും 178 സീറ്റുമായി മോദി തരംഗത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് RJD 80 സീറ്റുമായി കുതിച്ചു കയറി. അന്ന് JDU ഏറ്റവും വലിയ കക്ഷിയായിരുന്നുവെങ്കിലും നിതീഷ് തന്നെ അന്ന് മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കി അധികാരത്തിലേറി. ആ തിരഞ്ഞെടുപ്പിൽ BJP കണ്ട സ്വപ്നത്തിന് ഒരു തിരിച്ചടി കൊടുത്തു നിതീഷ്. എന്നാൽ അധിക കാലമില്ലാതെ നിതീഷ് തൻ്റെ ചതിയുടെ സ്വഭാവം കാട്ടി. BJP പാളയത്തിൽ വീണ്ടും ചേക്കേറി. 2020 തിരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് ഒപ്പം നിന്ന് ജയിച്ച് 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് വീണ്ടും RJDയിലേക്ക് ചേക്കേറി. മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. വീണ്ടും RJDയെ ചതിച്ച് NDAയിലേക്ക് കളം മാറ്റുകയും ചെയ്തു. നിരന്തരം ഇങ്ങനെ കളം മാറ്റിച്ചവിട്ടി പാൽത്തൂരാം എന്ന വിളിപ്പേരോടെ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ച് തുടരുന്ന നിതീഷിനെ ഭയക്കുന്ന അവസ്ഥയിലേക്ക് BJPയെ എത്തിക്കുകയായിരുന്നു. അധികാരത്തിനായി ഏത് രീതിയിലും വളയാനും ചതിക്കാനും മാത്രം നിലനിൽക്കുന്ന നിതീഷ് കുമാറിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ഭയമാണ് BJPയിൽ ഉരുത്തിരിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ കനത്ത അടിയൊഴുക്കുകൾ രൂപപ്പെടുകയാണ്. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് BJPയെ ആണ് എന്നതാണ്. BJP പാളയത്തിൽ ഇപ്പോൾ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നത്. BJP മലർപ്പൊടിക്കാരൻ കണ്ട സ്വപ്നം പോലെ ആയിരിക്കുകയാണ്. നിതീഷ് മുഖ്യമന്ത്രി ആയിരിക്കുകയും BJPയെ അടുക്കളപ്പടിക്ക് താഴെ നിർത്തി നിതീഷ് ഭരണം നടത്തുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിൽ കടന്നു പോകുന്നത്. എന്നാൽ മഹാഗഠബന്ധൻ സമവാക്യങ്ങൾ ഒരു കുതിപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയൊട്ടാകെ വീശുന്ന ഇന്ത്യ സഖ്യം കാറ്റ് NDA സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അനുമാനം. NDAയുടെ പതനം പൂർണ്ണമാക്കിക്കൊണ്ട് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ജിതിൻ റാം മാഞ്ചിയും പിന്നാലെ ലോക ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാനും കൂടി സീറ്റ് വിഭജനത്തിൽ BJPയുമായി ഉടക്കിക്കഴിഞ്ഞു. NDAയിൽ നടക്കുന്ന അവഗണന, സവർണ അവർണ വിവേചനമൊക്കെ ഘടകകക്ഷി പാർട്ടികൾ മുഴുവനായും BJPയോട് നീരസം തുടങ്ങിക്കഴിഞ്ഞു. ആന്ധ്രയിലും അസാമിലും ഒറീസയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ BJPയെ കെട്ടിപ്പൊക്കിയ സഖ്യം തകർന്നടിയുകയാണ്. ഏതായാലും ഒരു വലിയ പൊട്ടിത്തെറിക്കാണ് NDAയിൽ കളമൊരുക്കുന്നത്. അത് അധികാരത്തിൽ കയറാൻ ഇനി ഒരു അവസരം BJPക്ക് ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത്. തകരുകയാണ് മോദിയുടെ സ്വപ്നങ്ങൾ. സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും തകരുന്ന മോദി പ്രഭാവവും അപ്രമാദിത്വവും ഇനി ഒരിക്കലും തിരിച്ചു വരാതെ നോക്കാനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും കരുക്കൾ ഒരുക്കുന്നത്. ബീഹാറിൽ BJP JDU കൂട്ടുകെട്ടിൻ്റെ വിള്ളൽ ഉടൻ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വൻ ആഘാതം NDAയിൽ സൃഷ്ടിക്കുമ്പോൾ അത് കേന്ദ്രത്തിലും ഒരു വൻ പൊട്ടിത്തെറി സൃഷ്ടിച്ച് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് NDA എത്തിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.